അക്ഷരാർത്ഥത്തിൽ ഇന്നലെ പശ്ചിമേഷ്യ വീണ്ടും കനത്ത ആശങ്കയിലായിരുന്നു. വീണ്ടും ഒരു യുദ്ധത്തിലേക്കോ എന്ന ചോദ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നത്. അടിക്കടി എന്ന രീതിയിൽ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ശക്തമായ മിസൈൽ വർഷം നടത്തി. ഒടുവിൽ ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ നിർത്തിയെന്ന് പ്രഖ്യാപിക്കുന്ന നെതന്യാഹുവിനെയാണ് ഇന്ന് ലോകം കാണുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗം എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ മൊസാദും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇറാന് മുന്നിൽ ഇസ്രായേൽ പതറി നിൽക്കുകയാണിപ്പോൾ. മിഡിൽ ഈസ്റ്റിലെ പുതിയ അധികാര സമവാക്യങ്ങൾ മാറുമ്പോൾ ഇസ്രായേൽ ഭയക്കുന്നത് എന്തിനെയാണ് എന്ന ചോദ്യമാണുള്ളത്. ഇസ്രായേലിന്റെ സൈനിക കരുത്തിനെ പോലും വെല്ലുവിളിച്ച് ഇറാൻ ഉയർത്തിയ ഭീഷണി മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. പതിറ്റാണ്ടുകളായി തുടർന്നു പോന്ന നിഴൽ യുദ്ധം അടുത്തിടെയാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറിയത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ പുറത്തെടുത്തത്. ഇത് ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളിൽ വലിയൊരു അനിശ്ചിതത്വം സൃഷ്ടിച്ചു. പതിറ്റാണ്ടുകളായി മേഖലയിൽ ഏറ്റവും കരുത്തരായ സൈനിക ശക്തി എന്ന ഇസ്രായേലിന്റെ അവകാശവാദം അടിമുടി ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. ഇറാന്റെ തിരിച്ചടി ഭയന്ന് ഇസ്രായേൽ സൈന്യം നിലവിൽ കൂടുതൽ കരുതലോടെ നീങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഏറ്റവും പ്രധാനം ഇറാന്റെ മിസൈൽ ശേഷി തന്നെ. ഇറാന്റെ നൂതനമായ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ ഇസ്രായേലിനെ ഭയപ്പെടുത്തുകയാണ്. ഇതിനിടെ ഹിസ്ബുള്ളയും ഹൂതികളും അടക്കമുള്ള സഖ്യകക്ഷികൾ ഇറാന് നൽകുന്ന പിന്തുണ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഒപ്പം സാമ്പത്തിക തകർച്ച ഇസ്രായേൽ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. നീണ്ടുനിൽക്കുന്ന യുദ്ധം ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ ഇതിനകം തന്നെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ അജയ്യമായ സൈന്യം എന്ന ഇമേജ് ഇറാൻ തകർത്തു കഴിഞ്ഞു. സാങ്കേതികമായി ഇറാൻ നടത്തുന്ന മുന്നേറ്റങ്ങൾ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ പോലും അമ്പരപ്പിക്കുകയാണ്. നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. അത് ഇതിനകം പുറം ലോകം കണ്ടതാണ്. ബന്ദികളുടെ മോചനം, സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച, നീണ്ട യുദ്ധം എന്നിവ മൂലം ഇസ്രായേലി ജനത നെതന്യാഹു സർക്കാരിൽ അസംതൃപ്തരാണ്. ലബനാനുമേലുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ സങ്കല്പിക്കാൻ പറ്റാത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പാണ് ഒടുവിൽ ഇറാൻ നൽകിയത്. ഇസ്രായേലിനെതിരെ നടത്തി വന്ന സൈനിക നടപടികൾ അവസാനിപ്പിച്ചതായി ഇറാൻ സായുധ സേനാ കമാൻഡ് അറിയിച്ചു കഴിഞ്ഞു. ഇസ്രായേലും ഇറാനും തമ്മിൽ നിലവിൽ ഒരു ഔദ്യോഗിക സമാധാന കരാർ വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.